ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോസ്റ്റ് മെക്കോവ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സർക്കിളിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സർക്കിൾ ടൂളിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ടൈപ്പ് ഓഫ് സർക്കിൾസ് എങ്ങനെ വരയ്ക്കാം, എങ്ങനെ ഡിഫൈൻ ചെയ്യാം, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, ഇനി ഈ വീഡിയോയിൽ ഞാൻ നമ്മുടെ അടുത്ത ടൂളായിട്ടുള്ള ആർക്ക് ടൂളിനെയാണ് പരിചയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സർക്കിൾ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ മുഴുവൻ സർക്കിൾ വേണ്ടാത്ത സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് വേണം? കർവ്ഡ് ഷേപ്സ്. അപ്പം അങ്ങനെ വരുന്ന കണ്ടീഷൻസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഒരു ആർക്ക് എന്ന് പറയുന്ന ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആദ്യം നമ്മുടെ ഈ ഒരു ആർക്ക് ടൂൾ എവിടെയാണ് ഉള്ളത്, അല്ലെങ്കിൽ എവിടെയാണ് അതിൻ്റെ പാത്ത് എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സ്കെച്ച് ടാബിനകത്ത് സർക്കിൾ ടൂളിന് താഴെ ആയിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്? ആർക്ക് എന്ന് പറയുന്ന ടൂള് വരുന്നത്. അതിൻ്റെ സൈഡിലുള്ള ആരോ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ 3 ടൈപ്പ് ആർക്കുകളുണ്ട്. ഓക്കെ, സെൻറ്റർ പോയിൻ്റ് ആർക്ക്, ടാൻജൻ്റ് ആർക്ക്, ദെൻ 3 പോയിൻ്റ് ആർക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ആർക്കുകളാണുള്ളത്. അപ്പോൾ ഈ 3 ടൈപ്പ് ആർക്കുകളും നമ്മൾ വരയ്ക്കുന്ന രീതിയും എന്താണ്? വ്യത്യസ്തമാണ്. അങ്ങനെയാണ് ഇതിന് ഈ ഒരു പേര് വന്നത്. അതായത് സെൻറ്റർ പോയിൻ്റ് ആർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സെൻറ്റർ പോയിൻറ്റും ദെൻ ആർക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ആർക്കിൽ വരുന്ന 2 പോയിൻറ്റ്സും യൂസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെൻറ്റർ പോയിൻ്റ് ആർക്ക് വരയ്ക്കുന്നത്. ടാൻജൻ്റ് ആർക്ക് എന്ന് പറയുമ്പം നമുക്കൊരു ടാൻജൻസി കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ നമുക്കത് ആ ഒരു ആർക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് സ്പേസിൽ ഒരു എൻഡ് പോയിൻ്റ് ഉണ്ടായിരിക്കണം. ആ ഒരു എൻഡ് പോയിന്റിൽ നിന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒരു ടാൻജൻ്റ് ആർക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ദെൻ 3 പോയിൻ്റ് ആർക്ക് നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരുവിധം എല്ലാ ഡ്രോയിങ്സിലും നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് 3 പോയിൻ്റ് ആർക്ക്. അതായത് 3 പോയിന്റ്സ് ഡിഫൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആർക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ 3 ടൈപ്പ് ഓഫ് ആർക്കുകൾ നമ്മുടെ സോളിഡ് വർക്സിനകത്ത് വരുന്നത്. ഇനി ഇതിൽ ഓരോന്നും എങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അത് ഡ്രോ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് എൻ്റെ എന്ത് ടൂൾ എടുക്കുകയാണ്? സെൻറ്റർ പോയിൻ്റ് ആർക്കാണ് ഞാനിവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്ലെയിൻ സെലക്ട് ചെയ്ത് പ്ലെയിനിൽ എന്ത് കൊടുക്കണം? സ്കെച്ച് അപ്ലൈ ചെയ്യണം. അപ്പോൾ പ്ലെയിൻ സെലക്ട് ചെയ്ത് പ്ലെയിനിൽ സ്കെച്ച് അപ്ലൈ ചെയ്തു. ഞാൻ എന്ത് ചെയ്യുകയാണ്? എൻ്റെ ടൂൾ ആക്ടിവേറ്റ് ചെയ്തു. അപ്പോൾ ഇത് വരയ്ക്കുന്നത് ശ്രദ്ധിച്ചോ. സെൻറ്റർ പോയിൻ്റ് ആർക്ക് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഞാൻ പിക്ക് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് എൻ്റെ ഈ ആർക്കിൻ്റെ എന്തായിരിക്കും? സെൻറ്റർ പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു പോയിൻ്റ് പിക്ക് ചെയ്തു. ഈ പിക്ക് ചെയ്ത പോയിൻ്റാണ് ഞാൻ വരയ്ക്കാൻ പോകുന്ന ആർക്കിൻ്റെ എന്തെന്ന് പറയുന്നത്? സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് ഞാൻ പിക്ക് ചെയ്യുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ ആർക്കിൻ്റെ സ്റ്റാർട്ട് പോയിന്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആർക്കിൻ്റെ എൻഡ് പോയിന്റ്. നിങ്ങൾക്ക് ഇത് രണ്ടുമായിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു പോയിന്റിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാൻ രണ്ടാമതൊരു പോയിന്റ് ഈ ഒരു ലെഫ്റ്റ് സൈഡ് കോർണറിലായിട്ട് ഞാൻ എന്ത് ചെയ്യുവാണ്? പിക്ക് ചെയ്തു. ഇനി ഞാൻ എൻ്റെ ക്ലോക്ക് വൈസ് ഞാൻ എന്ത് ചെയ്യുവാണ്? എൻ്റെ മൗസ് മൂവ് ചെയ്യുവാണ്. കണ്ടോ, എനിക്ക് എന്താ ക്രിയേറ്റ് ആവുന്നത്? ഞാൻ പിക്ക് ചെയ്ത ആ പോയിന്റ് എൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് എനിക്ക് എന്ത് ക്രിയേറ്റ് ആയത്? ആർക്ക് അവിടെ ക്രിയേറ്റ് ആയി വരുന്നത്. ഇത് ക്ലിയർ ആണല്ലോ ഞാൻ ഈ പറഞ്ഞത്. ഇനി ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് എൻ്റെ ഓപ്പോസിറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് ഇറക്കുന്ന സമയത്ത് നോക്കിയേ, കണ്ടോ, ഇതാണ് നമുക്ക് ഫസ്റ്റും ക്രിയേറ്റ് ആയത്. ഞാൻ എന്ത് ചെയ്തു? 2 ഡയറക്ഷനിലേക്ക് മൗസ് മൂവ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ ക്ലോക്ക് വൈസിലേക്ക് തുടങ്ങണം. ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ 2 സൈഡിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് അറേഞ്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഉണ്ടോ, നിങ്ങൾക്ക് ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ദെൻ നിങ്ങൾ പിക്ക് ചെയ്യുന്ന മൂന്നാമത്തെ പോയിൻ്റാണ് നിങ്ങളുടെ എന്ത്? ആ ആർക്കിൻ്റെ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ്. സെൻറ്റർ സ്റ്റാർട്ട് എൻഡ് മെത്തേഡ് എന്ന് പറയും. നമ്മൾ ഈ ഓട്ടോകാഡൊക്കെ അറിയുന്ന, അല്ലെങ്കിൽ ഓട്ടോകാഡ് പഠിച്ചവർക്ക് അറിയാൻ പറ്റും. നമ്മൾ അതിൽ കുറേ ആർക്ക് മെത്തേഡ്സ് ഉണ്ട്. അതിൽ വരുന്നതാണ് സെൻറ്റർ സ്റ്റാർട്ട് എൻഡ് മെത്തേഡ് എന്ന് പറയും. ഓക്കെ, ആ സെയിം സാധനമാണ് എന്ത്? നമ്മുടെ ഈ ഒരു സെൻറ്റർ പോയിന്റ് ആർക്ക് എന്ന് പറയുന്നത്. പിന്നെ ഒന്നുകൂടെ കാണിച്ചു തരാം. ടൂൾ എടുക്കുന്നു, സെൻറ്റർ പോയിന്റ് സെലക്ട് ചെയ്യുന്നു, സ്റ്റാർട്ടിംഗ് പോയിന്റ്, ദെൻ എൻഡിങ് പോയിന്റ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ സെൻറ്റർ പോയിന്റ് ആർക്ക് എന്ന് പറയുന്ന ടൂള് വരയ്ക്കുന്നത്. നമ്മുടെ സെക്കൻഡ് ടൈപ്പാണ് എന്ത്? ടാൻജൻ്റ് ആർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നോക്കിയേ, ഞാൻ എൻ്റെ ഈ വർക്ക് സ്പേസ് ഒന്ന് ഞാൻ ക്ലിയർ ചെയ്യുവാണേ. ക്ലിയർ ചെയ്തിട്ട് ഞാൻ എൻ്റെ ടാൻജൻ്റ് ആർക്ക് എടുക്കുന്ന സമയത്ത് എനിക്ക് എന്താവുന്നുണ്ട്? ടൂൾ ആക്ടിവേറ്റ് ആവുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് എവിടെയെങ്കിലും ഒന്ന് പിക്ക് ചെയ്യുവാണ്. പിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു വാർണിംഗ് വരും. പ്ലീസ് സെലക്ട് എ എൻഡ് പോയിന്റ് ഓഫ് എ സ്കെച്ച് സെഗ്മെൻറ്റ് എന്ന് പറയും. അതായത് ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ ടാൻജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂറ്റിയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്നും കണ്ടിന്യൂ ചെയ്യുന്ന കർവി ആയിട്ടുള്ള പോർഷൻസിനെ നമ്മൾ ടാൻജൻറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാനാണ് നമുക്ക് എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഒരു
ടാൻജൻറ്റ് ആർക്ക് എന്ന് പറയുന്ന ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം നമുക്കൊരു എൻഡ് പോയിന്റ് വേണം. അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ടൊരു ലൈൻ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു ആർക്കും നമ്മളിപ്പം പഠിച്ച ആർക്ക് യൂസ് ചെയ്ത് ഞാനിവിടെ ആർക്കും ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ടാൻജൻറ്റ് ആർക്ക് എന്ന് പറയുന്ന ടൂൾ ആക്ടിവേറ്റ് ചെയ്തിട്ട് നമ്മളോട് എന്താ പറഞ്ഞത്, ഒരു എൻഡ് പോയിന്റ് സെലക്ട് ചെയ്യണം. ഓക്കെ, ഇപ്പം ഞാൻ ഈ ഒരു ലൈനിൻ്റെ ഈ ഒരു എൻഡ് പോയിന്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നോക്കിയോ, എനിക്ക് എന്ത് ക്രിയേറ്റ് ആവും? ആ ലൈനിൽ നിന്നും ടാൻജൻ്റ് ആയിട്ട് എനിക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ആർക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മുടെ ടാൻജൻ്റ് ആർക്ക് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ലൈനിൻ്റെ മാത്രമല്ല, ഇപ്പം ഞാനിവിടെ ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഈ ആർക്കിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ ടാൻജൻ്റ് ആർക്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മുടെ മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് 3 പോയിന്റ് ആർക്ക്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആർക്ക് ടൈപ്പാണ് 3 പോയിന്റ് ആർക്ക്. അപ്പോൾ 3 പോയിന്റ് ആർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ടൂൾ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്, സെക്കൻഡ് പോയിന്റ് നിങ്ങളുടെ എൻഡിങ് പോയിന്റ് ആണ്, തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആർക്ക് ലെങ്ത്തിൻ്റെ സെൻറ്റർ പോയിന്റ് ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ ഈ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് ഈ ഒരു കർവായിട്ടുള്ള റീജിയനെ നമ്മളിങ്ങനെ സ്ട്രെയിറ്റൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ലെങ്ത് വരുമല്ലോ, അതിനെയാണ് നമ്മൾ ഈ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആർക്ക് ലെങ്ത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ ആ പറയുന്ന കർവിൻ്റെ സെൻറ്റർ പോയിന്റ് ആയിരിക്കും നമ്മുടെ തേർഡ് പോയിന്റ്. അപ്പം ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, ദെൻ തേർഡ് പോയിന്റ്. ഇങ്ങനെ 3 പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 3 പോയിന്റ് ആർക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആർക്കിൽ വരുന്ന 3 ടൈപ്പ് ആർക്കുകൾ നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ 3 ആർക്ക് ടൈപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഞാൻ അടുത്തത് പറയുന്നത് ഈ ആർക്കിനെ അല്ലെങ്കിൽ നമ്മൾ ഈ ആർക്ക് വരച്ചതിനെ നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഡ്രോയിങ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ്ങിനെ ബേസ് ചെയ്തിരിക്കും. അപ്പം ഡ്രോയിങ്ങിൻ്റെ കോംപ്ലക്സിറ്റി അനുസരിച്ച് നമുക്ക് ഈ ഡ്രോയിങ് ഡിഫൈൻ ചെയ്യാനുള്ള കോംപ്ലക്സിറ്റിയും കൂടും. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് നമ്മൾ ഒരു സിംഗിൾ ആർക്ക് അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു ആർക്കിനെ എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഡ്രോയിങ് അനുസരിച്ച് എന്താവും, ഈ ഒരു മെത്തേഡ് ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ഞാനിവിടെ ആദ്യം ഒരു ഫ്രീ ആയിട്ട് ഞാനൊരു ആംഗിൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇങ്ങനൊരു ആംഗിൾ അല്ലെങ്കിൽ ആർക്ക് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പം ഞാൻ ആംഗിൾ എന്ന് പറയാൻ വേറെ ഒന്നുമില്ല, ഞാൻ ഈ ഒരു ആംഗിളിനെയാണ് ആംഗിൾ എന്ന് ഉദ്ദേശിച്ചത്. എന്നിട്ട് എനിക്ക് ഇതിനെ എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ ഒരു ആർക്കിനെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇവിടെ ഒരു ആർക്കിന് മൂവ്മെൻറ്റ് വരുന്നത്? ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ എപ്പോഴും വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മുടെ ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ വരച്ചപ്പോൾ കണ്ട എൻ്റെ ഈ ഒരു സെൻറ്റർ പോയിന്റ് ഒറിജിനിൽ നിന്ന് മാറിയാണ് ക്രിയേറ്റ് ആയത്. അപ്പോൾ ഇതെനിക്ക് എന്ത് ചെയ്യണം? ഒറിജിനലിൽ അല്ലെങ്കിൽ നമ്മുടെ ഒറിജിനിൽ പോയിട്ട് എന്ത് ചെയ്യണം? അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ എന്ത് യൂസ് ചെയ്യുക? ഒരു കൺസ്ട്രെയിൻറ്റ് യൂസ് ചെയ്യുക. ജസ്റ്റ് കൺട്രോൾ ഹോൾഡ് ചെയ്യുക, നിങ്ങളുടെ ഒറിജിൻ പോയിന്റ് പിക്ക് ചെയ്യുക, ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് പിക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക? മേക്ക് കോയിൻസിഡൻറ്റ് എന്ന് പറയുന്ന കൺസ്ട്രെയിൻ നിങ്ങളിവിടെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താവും? ആ ഒരു ഒറിജിൻ പോയിന്റ് എവിടെ വരും? നമ്മുടെ ആർക്കിൻ്റെ സെൻറ്റർ പോയിന്റുമായിട്ട് അറ്റാച്ച്ഡ് ആവും. ഓക്കെ, അപ്പം നമ്മൾ ഒറിജിൻ പോയിന്റിൻ്റെ മൂവ്മെൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കണ്ടോ എൻ്റെ ആർക്കിന് എന്തുണ്ട്? മൂവ്മെൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആർക്ക് എന്ന് പറയുന്നത് ഒരു ഫുൾ സർക്കിൾ അല്ല. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഡിഫൈൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ സർക്കിൾ നമ്മൾ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു ഡയമെൻഷനും ഒരു 3 ഡയമെൻഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സർക്കിളിനെ ഡിഫൈൻ ചെയ്യാം. പക്ഷേ ആർക്കിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇത് നമുക്ക് ഒരു 2-3 പാരാമീറ്റേഴ്സും കൂടെ എക്സ്ട്രാ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് പറയുന്നത് നമ്മുടെ ഈ ഒരു പോയിന്റ് ഉണ്ട്, ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, ലെങ്ത്, അത് നമ്മൾ എന്ത് ചെയ്യണം? മെൻഷൻ ചെയ്യണം. ഈ എൻഡ് പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്യണം. അതുപോലെ ഇതിൻ്റെ റേഡിയസ് അതും നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഞാൻ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ റേഡിയസ് ഞാനിവിടെ ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഞാനിപ്പോൾ ഒരു 350 എന്ന് പറഞ്ഞതിൻ്റെ റേഡിയസ് അവിടെ ഡിഫൈൻ ചെയ്തപ്പോൾ നോക്കി നമ്മുടെ ആ ആർക്കിൻ്റെ കർവ് എന്തായി? ബ്ലാക്കിലേക്ക് വന്നല്ലോ. സോ നമ്മുടെ എന്തായിട്ടുണ്ട്? ആർക്കിൻ്റെ ആ ഒരു കർവ് ലൈൻ എന്ന് പറയുന്നത് ഇപ്പം ഡിഫൈൻ ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഡിഫൈൻ ആവാനുള്ളത് എന്താണ്? ഈ ഒരു എൻഡ് പോയിൻറ്റും ഈ ഒരു എൻഡ് പോയിൻറ്റുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വരയ്ക്കുന്ന സമയത്ത് ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് നമുക്ക് ഈ ഒരു ആംഗിൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആർക്കിനെ ഫുള്ളി ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് എൻ്റെ മെത്തേഡ്.
അപ്പോൾ ഇത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്തിട്ട് ഒരു ആംഗിൾ വരച്ചിട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസ്ട്രെയിൻ യൂസ് ചെയ്തും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കൺസ്ട്രെയിൻ യൂസ് ചെയ്ത് ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു പോയിന്റും എൻ്റെ ഈ ഒറിജിൻ പോയിന്റും തമ്മിൽ എനിക്കിങ്ങനെ വെർട്ടിക്കലി അലൈൻ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മൂവ്മെൻറ്റ് എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു എൻ പോയിന്റ് പിക്ക് ചെയ്യുന്നു, ഒറിജിൻ പോയിന്റ് പിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടോ വെർട്ടിക്കൽ, മേക്ക് വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ കൺസ്ട്രെയിൻ ആക്ടിവേറ്റ് ആവും. കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, ഈ ഒരു പോയിന്റ് ഇവിടെ ഫിക്സ്ഡ് ആയി. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പോയിന്റും നമ്മുടെ ഒറിജിൻ പോയിന്റും നമ്മൾ ഹൊറിസോണ്ടലി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പം എൻ്റെ ആർക്ക് ഫുള്ളി ഡിഫൈൻഡ് ആയി. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ ആംഗിൾ എത്രയാണ് വരുന്നത്, ആംഗിൾ അറിയാൻ വേണ്ടി ഞാനിവിടെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് ഞാൻ ഇതിൻ്റെ ആംഗിൾ ഒന്ന് നോക്കുകയാണ്. കണ്ടോ 90 ഡിഗ്രിയാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, ഇപ്പം എനിക്ക് ഈ 90 ഡിഗ്രി അല്ല, എനിക്ക് എൻ്റെ ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനിൽ നിന്നും ഒരു 35 ഡിഗ്രിയാണ് എന്ത് വേണ്ടത്, ഈ ഒരു ആർക്ക് വേണ്ടത്, അല്ലെങ്കിൽ 35 ഡിഗ്രിയിൽ മതി എന്നാണെങ്കിൽ നമ്മളത് മാനുവലി ചെയ്യണം. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ പറ്റത്തില്ല, ഈ ഒരു ഒറിജിൻ ബേസ് ചെയ്ത് നമുക്ക് ഒരിക്കലും കൺസ്ട്രെയിൻ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം ഞാനിവിടെ ചെയ്യുന്നത്, ഞാൻ ഈ വരച്ച 2 ലൈനൊന്ന് ഡിലീറ്റ് ചെയ്യുവാണ്. വേണ്ട, നിങ്ങൾ ലൈൻ ഡിലീറ്റ് ചെയ്യണമെന്നില്ല. ഇപ്പം ഞാനിവിടെ ചെയ്യുന്നത്, ഞാനിവിടെ കൊടുത്ത ഈ ഒരു വെർട്ടിക്കൽ കൺസ്ട്രെയിൻ ഉണ്ടല്ലോ, അപ്പം ഞാൻ ആ ഒരു പോയിന്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത വെർട്ടിക്കൽ കൺസ്ട്രെയിൻ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അത് ഞാൻ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ആ വെർട്ടിക്കൽ ഉണ്ട്, അത് പോയിട്ടില്ല, ഇവിടത്തെ പോയിട്ടുള്ളൂ, ഇവിടെയും കൂടെ ഉണ്ട് വെർട്ടിക്കൽ ഉണ്ട്, അതും കൂടെ ഞാൻ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇപ്പം നോക്കിയേ എൻ്റെ ഈ ഒരു ലൈൻ ഫ്രീ മൂവ്മെൻ്റ് ആയല്ലോ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ മാനുവലി നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത്, ഞാൻ 35 അല്ല പറഞ്ഞത്, 35 ഡിഗ്രിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ആർക്കാണ് നമ്മുടെ മെയിൻ ജോമെട്രി. സോ ഇത് രണ്ടും എന്തായിരിക്കും, കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ റെഫറൻസ് ലൈൻ ആയിരിക്കുക. ഓക്കെ, ഇനി അടുത്തൊരു കണ്ടീഷൻ, നിങ്ങൾക്ക് ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈനിൽ നിന്നും ഒരു 20 ഡിഗ്രി പൊന്തിയിട്ട് വേണം നിങ്ങളുടെ ആർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് നിങ്ങൾ ഒരു ആംഗിൾ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഹൊറിസോണ്ടൽ കൺസ്ട്രെയിൻ ഞാനത് ഡിലീറ്റ് ചെയ്യുവാണ്. വേണ്ട, എനിക്ക് എന്ത് കിട്ടി, ഇങ്ങനൊരു മൂവ്മെൻറ്റ് കിട്ടി. ഇനി ഞാൻ എൻ്റെ സ്മാർട്ട് ഡയമെൻഷൻ എടുത്തിട്ട് എൻ്റെ ഈ ഒരു ലൈൻ സെലക്ട് ചെയ്തു, ബേസ് ലൈൻ ആണ്. എന്നിട്ട് ആ ലൈനിൻ്റെ ഒരു, എനിക്ക് എവിടെ നിന്നാണോ ആംഗിൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ഒരു പോയിന്റ്, ഇപ്പോൾ എൻ്റെ ഇവിടെ ഒറിജിൻ പോയിന്റ് ആണ്, ഒറിജിൻ പോയിന്റ് ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ 4 ആരോ കാണാൻ പറ്റും. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഈ ഒരു ആരോ പിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, ഇങ്ങനെ ഹൊറിസോണ്ടലി വരുന്ന ഇവിടെ നിന്നുള്ള ആംഗിൾ എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ ഒരു ആംഗിൾ പിക്ക് ചെയ്യാൻ സമയത്ത് നോക്കി കണ്ടോ, എനിക്ക് ഇവിടെ നിന്നും, അതായത് നമ്മുടെ ഹൊറിസോണ്ടൽ ലൈനിൽ നിന്നും 20 ഡിഗ്രി പൊങ്ങി എന്ത് ചെയ്യണം, ആർക്ക് ഡിഫൈൻ ചെയ്യും. ക്ലിയർ ആണോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ആർക്കിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ആർക്കിന് എന്തെല്ലാം ടൈപ്പ് ഡയമെൻഷൻസ് കൊടുക്കാൻ പറ്റും. ഞാനിവിടെ ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്തു. നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, നിങ്ങൾക്ക് ഇതിന് റേഡിയസ് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ നിങ്ങളുടെ എൻഡ് ടു അല്ലെങ്കിൽ സ്റ്റാർട്ട് ആൻഡ് ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ നമ്മുടെ ആർക്ക് ലെങ്ത്ത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ എൻ്റെ ഈ ഒരു റേഡിയസ് സെലക്ട് ചെയ്യുവാണ്, ഡയമെൻഷൻ എടുത്തിട്ട് എൻ്റെ സ്റ്റാർട്ട് പോയിൻറ്റും എൻഡ് പോയിൻറ്റും കൂടെ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ഉണ്ടോ, ഇതാണ് നിങ്ങളുടെ ഈ ഞാൻ ഇപ്പോൾ വരച്ചിരിക്കുന്ന ആർക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അതായത് 250.04 റേഡിയസ് വരുന്ന ഈ ഒരു ആർക്കിനെ ഞാൻ സ്ട്രെയിറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലെങ്ത് എത്രയായിരിക്കും, 683.84 mm ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയാണ് നമ്മുടെ ആർക്ക് ടൂൾ എന്ന് പറയുന്നത്. 3 ടൈപ്പ് ഓഫ് ആർക്കുകളുണ്ട്. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആർക്ക് എങ്ങനെ വരയ്ക്കാം, ആർക്കിന് എന്തൊക്കെ ഡയമെൻഷൻസ് കൊടുക്കാം, ആർക്ക് എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിൽ വരുന്ന കുറച്ച് കോമൺ മിസ്റ്റേക്കുകളുണ്ട്, അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡയമെൻഷൻ കൊടുക്കാണ്ട് ആർക്കുകൾ വരയ്ക്കുന്നത്, അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡ്രോയിങ്ങിൽ വളരെ പ്രശ്നങ്ങളുണ്ടാക്കും. അതുപോലെ ഈ റോങ് ആർക്ക് ടൈപ്പ് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഈ റോങ് ആർക്ക് ടൈപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും
ഇതിപ്പോൾ എങ്ങനെയാണ് നമ്മൾ അറിയുക ഇവിടെ എങ്ങനെ യൂസ് ചെയ്യണം, എന്ത് യൂസ് ചെയ്യണം എന്നുള്ളത്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡ്രോയിങ്ങിൻ്റെ ഓരോ മെത്തേഡ്സ് ആണ്. നമ്മൾ ഒരുപാട് ഡ്രോയിങ്സ് വരയ്ക്കുന്ന സമയത്ത് ചില സ്ഥലത്ത് നമുക്ക് സെൻറ്റർ പോയിൻ്റ് ആർക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചില സ്ഥലത്ത് നമുക്ക് എന്തേ പറ്റത്തുള്ളൂ, 3 പോയിൻ്റ് ആർക്ക് വെച്ചേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ചില കണ്ടീഷൻസ് വരും നമ്മുടെ ഡ്രോയിങ്സിൽ. അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും അവിടെ കറക്റ്റായിട്ടുള്ള ആർക്ക് ടൂൾ സെലക്ട് ചെയ്യാനും ശ്രദ്ധിക്കണം. അതുപോലെ ഈ ടാൻജൻസി റിലേഷൻ എന്ന് പറയുന്ന സാധനം, നമ്മൾ ഈ ആർക്കിന് വരുന്ന സാധനമാണ് ടാൻജൻസ്. ഈ ടാൻജൻസി റിലേഷൻ ഇഗ്നോർ ചെയ്ത് വിടുന്നതും നമ്മുടെ ഡ്രോയിങ്ങിൽ വരുന്ന ഭയങ്കര ഒരു വലിയ മിസ്റ്റേക്കാണ്. അതുപോലെ ഈ ആർക്കിൻ്റെ സെൻറ്റർ പോയിൻ്റ് പ്രോപ്പറായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാണ്ടിരിക്കുക, അപ്പോഴും നമ്മുടെ ഡ്രോയിങ് എന്താവും, മിസ്സായി. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ സോളിഡ് മറ്റൊരു ടൂളുമായിട്ട് വീണ്ടും കാണാം. കീപ് ലേണിംഗ്, കീപ് ഡിസൈനിങ്. താങ്ക് യു ഫോർ വാച്ചിങ്.